വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ടൈമിൽ നടന്ന ഒരു ഓപ്പറേറ്റർ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിന്റെ മൊഡ്യൂൾ 2, അതായത് IC എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അനുബന്ധമായിട്ട് വരുന്ന കുറച്ച് ഫാക്ടുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നമ്മളിപ്പോ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരു കോഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ നമ്മൾ തരികയാണ്. അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നതിനായിട്ട്, അതായത് നമുക്ക് ഓൺലൈനാണ് ക്ലാസ്സുകളെല്ലാം വരുന്നത്. അത് ലൈവായിട്ടും റെക്കോർഡഡ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ എക്സാമുകൾ, നോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ വഴി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ, താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് വിന്നേഴ്സ് എഡ്യൂടെക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഒരു സെഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ തവണ വന്ന ആ ഒരു വെയിറ്റേജ് ഒക്കെ ഉൾപ്പെടെയുള്ള പുതിയ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാല് മെക്കാനിക്കൽ പാർട്ടിലെ മൊഡ്യൂൾ 2 വരുന്നതാണ് IC എഞ്ചിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 10 മാർക്കായിരുന്നു അതിന്റെ വെയിറ്റേജ്. അപ്പൊ ആ ഒരു സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കുറെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അതായത് പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ അഥവാ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ, അതുപോലെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ. ദെൻ അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, 4 സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, 2 സ്ട്രോക്ക് എഞ്ചിൻ എന്താണ്, ദെൻ ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഇങ്ങനെ എന്താണ് സ്ഥിരമായിട്ട് ഒരു എഞ്ചിൻ റിലേറ്റഡ് എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന സ്ഥിരം ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് പുതിയ ടോപ്പിക്കുകൾ നമ്മൾ കണ്ടു അതിൽ. അതായത് നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്നൊക്കെ പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ആ ഒരു നിമിയുടെ ബുക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളും എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്. അതായത് ഒരു ഡീസൽ എഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് ആൻഡ് സ്റ്റോപ്പിംഗ് മെത്തേഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ദെൻ നമുക്ക് അതിന്റെ അകത്ത് പരിചയമുള്ള ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ഥിരമായിട്ട് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നവർക്ക് പരിചയമുള്ള ഒരാളാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ലൂബ്രിക്കേഷൻ സിസ്റ്റം. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഈ പുതിയ സിലബസ് വന്നപ്പോൾ ആ ലൂബ്രിക്കേഷൻ സിസ്റ്റം പഠിക്കുന്നതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കൂളിംഗ് സിസ്റ്റം, IC എഞ്ചിന്റെ കൂളിംഗ് സിസ്റ്റം. എന്തൊക്കെ ടൈപ്പ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, എന്തൊക്കെയാണ് അവരുടെ കമ്പോണൻസ്, അതിന്റെ ഒരു ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്. പക്ഷെ സിലബസിൽ ഈ പറയുന്ന കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ച് എടുത്ത് പറഞ്ഞില്ല. എന്നാലും നമ്മൾ പറഞ്ഞു നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ലൂബ്രിക്കേഷൻ സിസ്റ്റം സിലബസിൽ ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയാണ് കൂളിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. ദെൻ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് സാധാരണ ഓട്ടോമൊബൈൽ എക്സാമുകൾക്ക് കാണാത്ത, റിലേറ്റഡ് എക്സാമുകൾക്ക് കാണാത്ത കുറച്ച് ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും അങ്ങനെ പൊതുവെ ക്വസ്റ്റ്യൻസ് വന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് 10 മാർക്ക് നമുക്ക് ഇവിടെ വെയിറ്റേജ് പറഞ്ഞെങ്കിലും IC എഞ്ചിൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു പാർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 6 ക്വസ്റ്റ്യൻ ആണ് വന്നത്. 6 ക്വസ്റ്റ്യൻ. അപ്പൊ അതില് ബാക്കി ഒരു 4 ക്വസ്റ്റ്യൻ, ആ 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പമ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചത്. അത് തന്നെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ, അത് മെക്കാനിക്കലിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ പമ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ഭാഗത്തു നിന്നാണ് ബാക്കി 4 ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് വന്നത്. ഈ കിടക്കുന്ന ലാസ്റ്റ് വരുന്ന ഈ ഒരു പർപ്പസ് ഓഫ് ബാലൻസിങ് ഓഫ് റോട്ടർ, അതുപോലെ മെയിന്റനൻസ്, കൺസെപ്റ്റ് ഓഫ് ടൈറ്റനിങ് ടോർക്ക്, ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നും തൊട്ടുപോലും ഇല്ല. അത് ക്വസ്റ്റ്യൻ ഇടാനായിട്ട് തൊട്ടിട്ടില്ല. അതായത് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അതായത് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, അവരുടെ ബേസിക് സൈക്കിൾസ്, ദെൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം, ഇത്രയും ഭാഗത്തു നിന്നാണ് മെയിൻ ആയിട്ട് കഴിഞ്ഞ നമ്മുടെ ചോദ്യങ്ങൾ വന്നത്. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടാൻ പറ്റുന്നത് ആ ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പോ ലാസ്റ്റ് ടൈം ചോദിച്ച ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നോക്കാം. Which of the following is true about the thermodynamic cycle of a diesel engine? ഒരു ഡീസൽ എഞ്ചിന്റെ ബേസിക് സൈക്കിൾ, അതിനെ നമ്മൾ ഡീസൽ സൈക്കിൾ എന്ന് തന്നെ പറയാം, അല്ലെ? ഡീസൽ സൈക്കിൾ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ആ ബേസിക് സൈക്കിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്താണ് അതിൽ ശരിയായിട്ട് വരുന്ന വസ്തുത? അതായത് അയാൾ ഒരു കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ ആണെന്ന് പറയുന്നുണ്ട്, അയാൾ ഒരു കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ ആണെന്ന് പറയുന്നുണ്ട്, അയാൾ ഒരു അറ്റ്കിൻസൺ സൈക്കിൾ ആണെന്ന് പറയുന്നുണ്ട്, നൺ ഓഫ് ദീസ്, ഇതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്കറിയാം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. ചിലപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാവുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലാസ് കേൾക്കുമ്പോഴായിരിക്കും. എന്താണ് ഈ തെർമോഡൈനാമിക് സൈക്കിൾ, എന്തൊക്കെ ടൈപ്പ് സൈക്കിൾ ഉണ്ട്, അതിൽ ഡീസൽ സൈക്കിൾ എന്താണ്, ഇനി പെട്രോൾ എഞ്ചിന്റെ ബേസിക് സൈക്കിൾ ആണ്, ഓട്ടോ സൈക്കിൾ എന്താണ്, ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറയണം എന്താണ് ഈ പറയുന്ന ഡീസൽ സൈക്കിൾ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറയണം. 4 പ്രോസസ്സുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. 4 പ്രോസസ്സുകൾ ഇവിടെ നോക്കിയേ. 1 മുതൽ 2 വരെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. 1 മുതൽ 2 വരെ. അതിനെ ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് വിളിച്ചു. ഇതൊക്കെ ജസ്റ്റ് ഇപ്പൊ കേട്ട് വിട്ടാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും.
ദെൻ 2 to 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്. കാരണം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പ്രഷർ വോളിയം ഡയഗ്രാം ആണ്. അപ്പൊ അവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. കണ്ടോ, ഈ ഒരു 2 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും y ആക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാലും 3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് y ആക്സിൽ നോക്കിക്കഴിഞ്ഞാലും ഒറ്റ പോയിന്റിലാണ് മുട്ടുന്നത് അല്ലെ. അതായത് പ്രഷർ അവിടെ കോൺസ്റ്റന്റ് ആണ്. ദെൻ 3 to 4 എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ ആണ്, ഒരു എക്സ്പാൻഷൻ പ്രോസസ് ആണ് ഐസി എഞ്ചിനിൽ നടക്കുന്നത്. അത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ദെൻ 4 to 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. കാരണം എന്താ, ഞാൻ 4 നിന്ന് താഴേക്ക് വരച്ചാലും 1 നിന്ന് താഴേക്ക് വരച്ചാലും ഒരേ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ, എന്തുകൊണ്ടാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ തെർമോഡൈനാമിക് സൈക്കിൾ ഓഫ് എ ഡീസൽ എഞ്ചിൻ? ഇത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാല് ആ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് ഏത് പ്രോസസ്സാണോ ആ പ്രോസസ്സിലാണ് ആ സൈക്കിൾ അറിയപ്പെടുക. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഇന്ന് കൊടുത്തേക്കുന്നുണ്ടോ, ആ ക്യൂ ഇന്നാണ് ഹീറ്റ് അഡീഷൻ. ആ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലായതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, ഡീസൽ സൈക്കിൾ ഈസ് ഓൾസോ നോൺ ആസ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് പറയും. ഇനി നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓട്ടോ സൈക്കിളിനെ കുറിച്ച് പഠിക്കും. ഓട്ടോ സൈക്കിൾ പെട്രോൾ എഞ്ചിന്റെ ബേസിക് സൈക്കിൾ ആണ് ഓട്ടോ സൈക്കിൾ. സിലബസിൽ എടുത്ത് പറയുന്ന ആളാണ്. ഈ ഓട്ടോ സൈക്കിളിൽ ഇതുപോലെ ഹീറ്റ് അഡീഷൻ, സാധാരണ നമ്മൾ ക്യൂ വെച്ചാണ് ഹീറ്റിനെ ഡിനോട്ട് ചെയ്യാറ്. ഹീറ്റ് ഇൻ അല്ലെങ്കിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ചോദ്യം മാറ്റി ചോദിച്ചെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദി തെർമോഡൈനാമിക് സൈക്കിൾ ഓഫ് എ ഡീസലിന് പകരം പെട്രോൾ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് പറയും, കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ അവിടെ ആൻസർ ആയിട്ട് പറയും. അതിന്റെ കാരണം എന്താണ്, കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിൾ ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം, ഹീറ്റ് അഡീഷൻ, ഓട്ടോ സൈക്കിളിലെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ്. ഓക്കെ, ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. തൽക്കാലം നമുക്ക് ഈ കുഞ്ഞു വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ തൽക്കാലം ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അയാൾ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ ആണ്. എന്തുകൊണ്ടാ പേര് വരാൻ കാരണം, ഹീറ്റ് അഡീഷൻ നടക്കുന്നത്, ആ സൈക്കിളിലെ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഇനി ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ ആണ്. എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം, ഓട്ടോ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് കംപ്രഷൻ പ്രഷർ ഓഫ് എ ടിപ്പിക്കൽ പെട്രോൾ എഞ്ചിൻ? ഒരു ടിപ്പിക്കൽ പെട്രോൾ എഞ്ചിന്റെ ആ ഒരു കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ച് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. 90 to 150 psi, 400 to 550 psi, 500 to 700 psi, none of these. എന്താണ് ഇതിന്റെ ഒരു ആൻസർ വരിക? അപ്പോ നമ്മളെപ്പോഴും പഠിക്കുന്നത്, അതായത് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കംപ്രഷൻ പ്രഷർ ഓഫ് എ പെട്രോൾ എഞ്ചിൻ എന്നല്ല ചോദിച്ചത്, ഒരു ടിപ്പിക്കൽ പെട്രോൾ എഞ്ചിൻ എന്നാണ് ചോദിച്ചത് അല്ലെ. അതായത് എഞ്ചിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് പല എഞ്ചിനും പല സ്പെസിഫിക്കേഷനും പല കാര്യങ്ങളും കാണും. അപ്പൊ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു ടിപ്പിക്കൽ എന്നുള്ള ടൈം പറഞ്ഞത്, ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറഞ്ഞാൽ എന്നുള്ള മീനിങ്ങിന് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിമിയുടെ ബുക്കിൽ നിന്നാണ്. ഡയറക്റ്റ് നിമിയുടെ ബുക്കിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, ഉണ്ടാവില്ല. സാധാരണ രീതിയിൽ ഈ IT ലെവൽ എക്സാമുകളെല്ലാം ബേസിക് ക്വാളിഫിക്കേഷന്റെ നിമിയുടെ ബുക്കിൽ തന്നെയാണ് ചോദിക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും കമ്പാരിസൺ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ടേബിൾ ആയിട്ട് കൊടുത്തതിലെ ഒരു കമ്പാരിസൺ ആണ് ഒരു പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 90 മുതൽ 150 PSI എന്നാണ്. PSI എന്ന് പറഞ്ഞാൽ നമ്മൾ പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് എന്ന് പറയാം, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്. നമ്മളിപ്പോ ഈ പെട്രോൾ പമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കംപ്രസ്ഡ് എയർ അടിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് അല്ലെ. നമ്മുടെ വാഹനത്തിന്റെ ടയറിലൊക്കെ എയർ അടിക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ അവിടെ നമ്മളൊരു 33 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് അടിക്കുന്നതെങ്കിൽ അതെന്താണ് 33? അത് PSI ആണ്, പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു പെട്രോൾ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കംപ്രഷൻ പ്രഷർ എന്താണ്? ഈ കംപ്രഷൻ പ്രഷർ എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ ഒരു സിലിണ്ടറും ഒരു പിസ്റ്റണും ഒക്കെ എടുത്തു കഴിഞ്ഞാല് അതിലൊരു കംപ്രഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. കംപ്രഷൻ പ്രോസസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയൂല, കംപ്രഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. ആ കംപ്രഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ആ ആളെ, ഇപ്പൊ പെട്രോൾ എഞ്ചിനാണ് ചോദിച്ചിരിക്കുന്നത്, പെട്രോൾ എഞ്ചിന്റെ അകത്ത് പെടാൻ പോകുന്നത് എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സർ ആയിരിക്കും നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. അങ്ങനെ എയറിന്റെയും ഫ്യൂവലിന്റെയും മിക്സറെ നമ്മൾ കംപ്രസ് ചെയ്ത് പിസ്റ്റന്റെ മുകളിലേക്ക് തള്ളി ഇതിന്റെ അകത്തുള്ള ആൾക്കാരെ നമ്മൾ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ കംപ്രഷന്റെ അവസാനം ഏതാണ്ട് 90 മുതൽ 150 PSI പ്രഷർ വരെ എവിടെ കിട്ടും? ഈ കംപ്രഷന്റെ അവസാനം നമുക്ക് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഡീസൽ എഞ്ചിന്റെയോ അവിടെ തന്നെ ഉണ്ട്, നിമിയുടെ ബുക്കിൽ അവിടെ തന്നെ സാധനം കിടപ്പുണ്ട്. 400 മുതൽ 550 പ്രഷർ, 550 PSI ആണ് ഒരു ഡീസൽ എഞ്ചിന്റെ കേസിൽ ആ ഒരു കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ ഈ PSIക്ക് പകരം വേണമെങ്കിൽ ബാറിൽ ചോദിക്കാം യൂണിറ്റ്. അത് പ്രഷറിന് പല പല യൂണിറ്റുകൾ ഉണ്ട്. PSIനെ വേണമെങ്കിൽ ബാറിൽ ചോദിക്കാം. നിമിയുടെ ബുക്കിൽ അതും കിടപ്പുണ്ട്. അതായത് ഒരു ബാർ എന്ന് പറഞ്ഞാൽ കൺവെർഷൻ അറിഞ്ഞാൽ മതി, നമുക്ക് കിട്ടും.
ഒരു ബാർ എന്ന് പറഞ്ഞാല് 14.7 PSI ആണ്. ഒരു ബാർ എന്ന് പറഞ്ഞാല് 14.7 PSI ആണ്. അപ്പോ എനിക്ക് ഈ 90-നെയും 150-നെയും എനിക്ക് ബാറിലേക്ക് മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഒരു 14.7 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ 150-നെയും ഒരു 14.7 വെച്ച് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഏകദേശം ഒരു 6/10 കിട്ടും. ഏകദേശം ഒരു 6/10 ബാറെന്നും എനിക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ PSIയുടെ റേഞ്ചും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാറിലെ റേഞ്ചും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെയും അതുപോലെ തന്നെ 400/14.7 550/14.7 ചെയ്താലും നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. എന്തായാലും കിട്ടുന്നത് ഏതാണ്ട് ഒരു 28 മുതൽ 38 ബാർ വരെ എന്നുള്ള ഒരു റേഞ്ചിലായിരിക്കും അയാൾ കിടക്കുന്നത്. പോയിന്റ് വാല്യൂസ് ഉണ്ട്, ഞാൻ ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ റൗണ്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ചും ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ പ്രഷറിന്റെ റേഞ്ചും നമുക്കിപ്പോ മനസ്സിലായി. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following is false about engine cooling system? ഇതായിരുന്നു നമ്മളെ പറഞ്ഞ ചോദ്യം. അതായത് നമ്മുടെ സിലബസിൽ കൂളിംഗ് സിസ്റ്റം പറഞ്ഞിട്ടില്ലെങ്കിലും കഴിഞ്ഞ തവണ എടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, കൂളിംഗ് സിസ്റ്റത്തിന്റെ ഒരു ചോദ്യമാണ് നമുക്ക് ഈ കാണുന്നത്. Which of the following is false? ശ്രദ്ധിക്കുക, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് അറിയേണ്ടത്. നോക്കാം. Radiator pressure cap consists of a pressure valve which opens up when the pressure exceeds a preset value. ഓക്കെ, ഞാൻ പറയാം, ഓപ്ഷൻ ഒന്ന് കംപ്ലീറ്റ് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. Then vacuum valve on radiator pressure cap opens up to let the coolant in while the engine cools down. ECM calculates coolant temperature value from the ECT sensor output. Engine overheat if the thermostat valve is stuck open. Okay, ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അതായത് യാതൊരു ഐഡിയയും കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ച് അറിയാത്ത ഒരാളാണെങ്കിൽ ഈ ഓപ്ഷൻ ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ആദ്യം ഈ ഓപ്ഷൻ എയും ബിയും എന്താണ് ഉദ്ദേശിക്കുന്നത് പറയണേ. ഇവിടെ ഒരു റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിനെ കുറിച്ചാണല്ലോ പറയുന്നത്, റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ്. അപ്പൊ ഞാൻ ആ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിനെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കുകയാണ്. അതായത് നിങ്ങളുടെ വീട്ടിലൊക്കെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലിപ്പോ കാറോ അങ്ങനെ എന്തെങ്കിലും വാഹനം കാണുമല്ലോ. അതിന്റെ ബോണറ്റ് തുറക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഒരു കമ്പോണന്റ് ആണ് ഈ റേഡിയേറ്റർ എന്ന് പറയുന്നത്. റേഡിയേറ്റർ, അതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ഒരു ക്യാപ്പ് കാണാൻ പറ്റും. അപ്പൊ ആ ക്യാപ്പ് ഞാൻ തുറന്ന് എന്താണ് മലർത്തി വെച്ചേക്കാണ്. ഓക്കെ, ഇതിനെ തിരിച്ച് വെച്ച് ആണ് നമ്മൾ അടക്കുന്നത്. അപ്പൊ തൽക്കാലം മനസ്സിലാക്കുക, ഇതിനെയാണ് നമ്മൾ റേഡിയേറ്ററിന്റെ ക്യാപ്പ് എന്ന് പറയുന്നത്. റേഡിയേറ്ററിന്റെ ആ ഒരു ക്യാപ്പ് എന്ന് പറയുന്നത് ഇയാളാണ്. ഓക്കെ, അല്ലെങ്കിൽ റേഡിയേറ്ററിന്റെ പ്രഷർ ക്യാപ്പ് എന്നൊക്കെ പറയും. റേഡിയേറ്ററിന്റെ പ്രഷർ ക്യാപ്പ് എന്നൊക്കെ നമ്മൾ ഇയാളെ വിളിക്കും. ഇനി ഈ പ്രഷർ ക്യാപ്പില് 2 വാൽവുകളുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പല എക്സാമുകൾക്കും കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 2 വാൽവുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വാൽവാണ് പ്രഷർ വാൽവ്. ഒന്നാമത്തെ വാൽവാണ് പ്രഷർ വാൽവ്. ദെൻ രണ്ടാമത്തെ വാൽവാണ് വാക്വം വാൽവ്. വാക്വം വാൽവ്. ഓക്കെ, അപ്പോ ഈ പ്രഷർ വാൽവിനെ കുറിച്ചും വാക്വം വാൽവിനെ കുറിച്ചുമാണ് ആദ്യത്തെ 2 ഓപ്ഷൻസ് പറയുന്നത്. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോയി നോക്കാം. പ്രഷർ വാൽവ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു കൂളിംഗ് സിസ്റ്റമാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്ന ഒരു കൂളിംഗ് സിസ്റ്റമാണ്. ഈ കൂളിംഗ് സിസ്റ്റത്തില് ഇതാണ് റേഡിയേറ്റർ എന്ന് പറയുന്ന ആൾ. തൽക്കാലം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എഞ്ചിൻ എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് വാട്ടർ കടന്ന് കറങ്ങും. ആ കൂളന്റ് കടന്ന് കറങ്ങും. അപ്പൊ അയാൾ ചൂടാവും, അല്ലെ, വെള്ളം ചൂടാവും. ആ ചൂടായ വെള്ളം അല്ലെങ്കിൽ ആ കൂളന്റിനെ തണുപ്പിക്കുന്ന സ്ഥലമാണ് റേഡിയേറ്റർ. വീണ്ടും തണുത്ത വെള്ളത്തെ നമ്മൾ എഞ്ചിന്റെ ഭാഗത്തേക്ക് വിടും. ഈ പറയുന്ന കൂളന്റ് അല്ല വാട്ടർ ചൂടാവും. അയാൾ വീണ്ടും നമ്മൾ എങ്ങോട്ട് വിടും? റേഡിയേറ്ററിൽ വിട്ട് തണുപ്പിക്കും. വീണ്ടും നമ്മൾ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ റേഡിയേറ്ററിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്, അല്ലെ. അപ്പോ ഈ റേഡിയേറ്ററിൽ ഒരു പ്രഷർ വാൽവ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഫംഗ്ഷൻ എന്താണ്? ഈ വലിയ വാൽവ് ആണ് പ്രഷർ വാൽവ്. ഓക്കെ, ഒരു ഗോൾഡൻ കളർ ഉണ്ടോ? അതാണ് നമ്മൾ പ്രഷർ വാൽവ്. ഈ ഒരു കളറിലുള്ള ആള് മോളിൽ തന്നെ ഒരു കുഞ്ഞു വാൽവാണ്, അല്ലെ. ഇയാളെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾ ഒരു കുഞ്ഞു വാൽവാണ്. ഇതിനാണ് നമ്മൾ വാക്വം വാൽവ് എന്ന് പറയുന്നത്. വാക്വം വാൽവ് എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത്. എന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സിസ്റ്റത്തിനകത്തെ കൂളിംഗ് സിസ്റ്റത്തിനകത്തെ പ്രഷർ എപ്പോഴെങ്കിലും ലിമിറ്റിനെ എക്സീഡ് ചെയ്താൽ, ഒരുപാട് ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് പ്രഷർ കൂടുന്ന സമയത്ത് പ്രശ്നമാണ്, അല്ലെ. ആ സമയത്ത് ആ പ്രഷറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുറന്നു വിടുന്ന ഒരു വാൽവാണ് ആര്? ഈ പ്രഷർ വാൽവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വാഹനത്തിന്റെ ഒക്കെ വെളിയിലേക്ക് തുറന്നു വിടുകയല്ല, ഇതിൽ തന്നെ ഒരു പാർട്ട് എക്സ്പാൻഷൻ ടാങ്ക് എന്ന് പറഞ്ഞ ഒരു പാർട്ട് ഉണ്ട്. എക്സ്പാൻഷൻ ടാങ്ക് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ റേഡിയേറ്ററിന്റെ ഭാഗത്ത് നിന്ന് എക്സ്പാൻഷൻ ടാങ്കിലേക്ക് നമ്മൾ കുറച്ച് വെള്ളത്തെ മാറ്റി നിർത്തും, കൂളന്റിനെ മാറ്റി നിർത്തും. അപ്പൊ ഇവിടുത്തെ പ്രഷർ, ഇതിന്റെ അകത്തെ പ്രഷർ കുറയും. ഓക്കെ, ദെൻ അതിനുശേഷം എപ്പോഴെങ്കിലും ഈ ഒരു സിസ്റ്റത്തിനകത്തെ പ്രഷർ കുറഞ്ഞാൽ, ഈ സിസ്റ്റത്തിനകത്തെ പ്രഷർ കുറഞ്ഞാൽ
എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഇതിലൊക്കെ റബ്ബർ ഹോസുകളാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ആ റബ്ബർ ഹോസുകളുടെ അകത്തെ പ്രഷർ കുറഞ്ഞാൽ പുറത്തെ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ തള്ളിച്ച കാരണം എന്ത് ചെയ്യും, ഈ ഹോസ് ഒക്കെ ചളങ്ങി പോകും, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ഒരു എക്സ്പാൻഷൻ ടാങ്കിലേക്ക് കുറെ ആൾക്കാരെ വിട്ടില്ലേ ഇല്ലേ, ആ എക്സ്പാൻഷൻ ടാങ്കിൽ നിന്നും തിരിച്ച് നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിനകത്തേക്ക് കൂളന്റ് തിരിച്ചു വരും. ആര് തുറന്നുകൊണ്ട്? വാക്വം വാൽവിനെ തുറന്നുകൊണ്ട്. എന്ത് കൺക്ലൂഡ് ചെയ്യാം? പ്രഷർ വാൽവ്, സിസ്റ്റത്തിനകത്തെ പ്രഷർ കൂടുന്ന സമയത്ത് പ്രഷർ വാൽവ് തുറന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് കൂളന്റിനെ മാറ്റി നിർത്തുമ്പോൾ ആ പ്രഷർ കുറയുന്നു, സെറ്റ് ആവുന്നു. ഓക്കെ, ദെൻ അങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും ലിമിറ്റ് താഴേക്ക് പ്രഷർ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ ഹോസുകളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു വരണം എക്സ്പാൻഷൻ ടാങ്കിൽ കിടക്കുന്ന ആൾ എന്ത് ചെയ്യണം, സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്ന ആ ചെറിയ വാൽവിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വാക്വം വാൽവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം, ശരിയാണോ എന്നുള്ളത്. റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് കൺസിസ്റ്റ് ഓഫ് എ പ്രഷർ വാൽവ്. ശരിയാണല്ലോ, പ്രഷർ വാൽവ് റേഡിയേറ്റർ പ്രഷർ ക്യാപ്പിൽ ഉണ്ട്. വിച്ച് ഓപ്പൺ അപ്പ് വെൻ ദ പ്രഷർ എക്സീഡ്സ് എ പ്രീസെറ്റ് വാല്യൂ. ശരിയാണ്, പ്രീസെറ്റ് വാല്യൂ എക്സീഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എക്സീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ പ്രഷർ വാൽവ് ഓപ്പൺ ആവുന്നുണ്ട്. ദെൻ അടുത്ത അപ്പൊ ഇയാൾ ശരിയാണോ, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. വാക്വം വാൽവ് ഓൺ റേഡിയേറ്റർ പ്രഷർ ക്യാപ്പ് ഓപ്പൺ അപ്പ് ടു ലെറ്റ് ദ കൂളന്റ് ഇൻ വൈൽ ദ എഞ്ചിൻ കൂൾസ് ഡൗൺ. എഞ്ചിൻ തണുത്ത് അതിന്റെ അകത്ത് കൂളന്റിന്റെ ഒരു അഭാവം വരുന്ന സമയത്ത്, അല്ലെ കുറവ് വരുന്ന സമയത്താണ് ആര് ഓപ്പൺ ആവുന്നത്, വാക്വം വാൽവ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ശരിയാണല്ലോ. ഓക്കെ, ദെൻ ECM എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ എന്നൊക്കെ പറയും. എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ കോമൺ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ECU എന്ന് കേട്ടിട്ടുണ്ടാവും. എല്ലാം ഏകദേശം ഒന്നതിന് ഉദ്ദേശിക്കുന്നത് ECU, എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ECM അതായത് ഒരു കമ്പ്യൂട്ടർ, ഇയാൾ ECM എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി കൂളന്റ് ടെമ്പറേച്ചർ വാല്യൂ ഫ്രം ദ ECT. ECT എന്ന് പറഞ്ഞാൽ എഞ്ചിൻ കൂളന്റ് ടെമ്പറേച്ചർ സെൻസർ ഔട്ട്പുട്ട്. അതായത് സംഭവമൊന്നുമില്ല, എന്താണ് ECM കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഈ ECT സെൻസർ, അതായത് നമ്മുടെ എഞ്ചിന്റെ കൂളന്റിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഒരു ECT സെൻസറിന്റെ ഔട്ട്പുട്ട് ആര് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്, ECM കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാണ് അയാൾ. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, എഞ്ചിൻ ഓവർ ഹീറ്റ് ഇഫ് ദ തെർമോസ്റ്റാറ്റ് വാൽവ് ഈസ് സ്റ്റക്ക് ഓപ്പൺ. തെർമോസ്റ്റാറ്റ് വാൽവ് സ്ഥിരമായിട്ട് ഓപ്പൺ ആയിരുന്നാൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത, ലാസ്റ്റ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത എല്ലാ എക്സാമുകൾക്കും, അതായത് കൂളിംഗ് സിസ്റ്റം വരുന്ന മിക്കവാറും എല്ലാ എക്സാമുകൾക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് അല്ലെ. അപ്പൊ ഞാനിവിടെ നമ്മുടെ ഒരു ചോദ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രം ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. ഇതാണ് തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറയുന്നത്. എന്താണ് ഈ തെർമോസ്റ്റാറ്റ് വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എഞ്ചിനിൽ നിന്നും ഇപ്പൊ ഈ ഒരു റേഡിയേറ്ററിൽ നിന്നും ആ ഒരു വെള്ളം, നമ്മളിപ്പോ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തുടങ്ങണമെന്ന് വിചാരിക്കാം, വെള്ളം എങ്ങോട്ട് പോകുന്നുണ്ട്, പമ്പ് ചെയ്ത്, ഒരു പമ്പിന്റെ സഹായത്തോടെ പമ്പ് ചെയ്ത് എഞ്ചിന്റെ ചുറ്റും കറങ്ങി വീണ്ടും അയാൾ എങ്ങോട്ട് ചെല്ലുന്നുണ്ട്, റേഡിയേറ്ററിൽ ചെല്ലുന്നുണ്ട്, വീണ്ടും അയാൾ ഇങ്ങനെ താഴേക്ക് വന്ന് വീണ്ടും അയാൾ ഇങ്ങനെ പമ്പ് ചെയ്ത് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാം അല്ലെ. അപ്പൊ ഈ തെർമോസ്റ്റാറ്റ് വാൽവിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കിയേ, ആ എഞ്ചിനിൽ നിന്നും ആ വാട്ടർ പുറത്തേക്ക് വരുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അതിന്റെയും റേഡിയേറ്ററിന്റെ ഇൻലെറ്റിന്റെയും ഇടയിലാണ്, ശരിയല്ലേ. എഞ്ചിനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു ചൂടായിട്ടുള്ള വെള്ളം ആ കൂളന്റിന്റെ ആ ഔട്ട്ലെറ്റിന്റെയും അതുപോലെ റേഡിയേറ്ററിന്റെ ഇൻലെറ്റിന്റെയും ഇടയിലാണ് നമ്മൾ ആരെ കൊടുത്തിരിക്കുന്നത്, തെർമോസ്റ്റാറ്റിനെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എഞ്ചിൻ തണുത്തിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ എഞ്ചിൻ അയാളുടെ ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തണം, എന്നാലാണ് നന്നായിട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ട്രബിൾ, മിസ്സിംഗ് പ്രോബ്ലം ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരാളാണ് തെർമോസ്റ്റാറ്റ്. ഇത് നമ്മൾ പേര് വിളിക്കും എഞ്ചിന്റെ വാമപ്പ്. നമ്മളൊക്കെ വാമപ്പ് ചെയ്യില്ലേ, എന്തെങ്കിലുമൊക്കെ കട്ടിയായിട്ടുള്ള ഒരു എക്സർസൈസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് വാമപ്പ് ചെയ്യും അല്ലെ, ഒന്ന് ചൂടാക്കും ബോഡീനെ. അതുപോലെ എഞ്ചിൻ അയാളുടെ മെയിൻ ലോഡൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്നതിന് മുന്നേ എഞ്ചിൻ ഒന്ന് വാമപ്പ് ആവണം. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരാളാണ് ഈ തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് എന്നൊക്കെ പറയുന്നത്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു, പമ്പ് അപ്പൊ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയാണല്ലേ. അങ്ങനെ പമ്പ് ഈ തണുത്ത വെള്ളത്തെ എഞ്ചിന്റെ അടുത്തേക്ക് വിടും. അപ്പൊ എഞ്ചിൻ അപ്പൊ സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൽ കുറെ അയാൾ എടുക്കും അല്ലെ. വീണ്ടും അയാളെ എങ്ങോട്ട് ചെല്ലും, റേഡിയേറ്ററിലേക്ക് ചെല്ലും. ആ എടുത്ത ഹീറ്റ്, എഞ്ചിനിൽ നിന്ന് എടുത്ത ഹീറ്റിനെ അയാളെ പുറത്തേക്ക് തള്ളും. അങ്ങനെ തള്ളി വീണ്ടും തണുത്ത വെള്ളമായിട്ട് എഞ്ചിനിലേക്ക് ചെല്ലും അല്ലെ. അപ്പൊ അങ്ങനെ വീണ്ടും ഈ ടെമ്പറേച്ചർ കുറഞ്ഞ വെള്ളം എഞ്ചിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എഞ്ചിൻ ഹീറ്റ് ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്താനായിട്ട് കുറച്ച് താമസിക്കും. പകരം നമ്മൾ എന്ത് ചെയ്യും,
ഈ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു ഹീറ്റ് എടുത്ത് വരുന്ന വെള്ളത്തെ നമ്മൾ റേഡിയേറ്ററിലേക്ക് വിടൂല. പകരമായാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് വാൽവിന്റെ സഹായത്തോടുകൂടി ബൈപ്പാസ് ചെയ്ത് ആ ചൂടായ വെള്ളത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ എഞ്ചിനിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. എഞ്ചിനിലിട്ട് നമ്മൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, എഞ്ചിൻ പെട്ടെന്ന് അവിടെ ഹീറ്റ് ആവും, അല്ലെങ്കിൽ എഞ്ചിൻ പെട്ടെന്ന് അവിടെ വാമപ്പാവും. ഓവർ ഹീറ്റ് ആവുന്നല്ല, എഞ്ചിൻ പെട്ടെന്ന് അവിടെ വാമപ്പാവും. അതിനുശേഷം ഈ പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്നും ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി ഈ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആയിട്ട് ചൂടായ വെള്ളം റേഡിയേറ്ററിൽ പോവും, വീണ്ടും അയാൾ തണുക്കുന്നു, തിരിച്ച് എഞ്ചിനിൽ വരുന്നു. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലായത്, നിങ്ങൾ ആലോചിച്ച് നോക്കാം കേട്ടോ. തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ, ആലോചിക്കാം, തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ ഇയാൾ സ്ഥിരമായിട്ട് അടഞ്ഞിരിക്കുകയാണ്, റേഡിയേറ്ററിലേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്തി, അതിനുശേഷം ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുകയാണ്, ഓവർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഓവർ ഹീറ്റ് ആയാലും കംപ്ലൈന്റ് ആയി തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ് ആയി തന്നെ ഇരിക്കും, ഓപ്പൺ ആവുന്നില്ല. എന്ത് പറ്റും, സ്ഥിരമായിട്ട് ചൂടുവെള്ളം തന്നെ എഞ്ചിനിൽ കിടന്ന് കറങ്ങും, എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. ശരിയല്ലേ? അപ്പൊ സ്റ്റക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായി എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇനി ഈ തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റക്ക് ഓപ്പൺ ആണെങ്കിലോ, സ്റ്റക്ക് ഓപ്പൺ ആണെങ്കിലോ അപ്പൊ എന്താ സംഭവിക്കുക, സ്റ്റക്ക് ഓപ്പൺ, അതായത് അയാൾ ഓപ്പൺ ആയിട്ട് പിന്നെ അടയുന്നില്ല. ഇയാള് ഇവിടുന്ന് തുറന്നു വിട്ടു, ഓപ്പൺ ആയിട്ട് പിന്നെ അടയുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ഈ പറയുന്ന എഞ്ചിൻ വാമപ്പ് വളരെ സ്ലോ ആവും. എഞ്ചിൻ വാമപ്പ് സ്ലോ ആയിട്ട് നടക്കൂ. കാരണം എന്താണ്, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇത് അടഞ്ഞിരിക്കണം, എന്നാലാണല്ലോ ഈ ചൂടുവെള്ളം തന്നെ, എഞ്ചിനിൽ എടുത്ത ഹീറ്റ് ഉള്ള വെള്ളം തന്നെ വീണ്ടും വീണ്ടും എഞ്ചിനിൽ കറങ്ങി എഞ്ചിൻ പെട്ടെന്ന് വാമപ്പ് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തുള്ളൂ. അതിന് പകരം സ്ഥിരമായിട്ട് ഇയാൾ സ്റ്റക്ക് ഓപ്പൺ ആണെങ്കിൽ എഞ്ചിന്റെ വാമപ്പ് സ്ലോ ആവും. കാരണം തുടക്കത്തിൽ തന്നെ റേഡിയേറ്ററിൽ പോയി വീണ്ടും തണുത്ത വെള്ളമായിരിക്കും തിരിച്ച് എഞ്ചിനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. സ്റ്റക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ ഓവർ ഹീറ്റ് ആവും, സ്റ്റക്ക് ക്ലോസ്ഡ് ആണെങ്കിൽ ഓവർ ഹീറ്റ് ആവും. എഞ്ചിൻ ഓവർ ഹീറ്റ് ഇഫ് ദ തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റക്ക് ഓപ്പൺ, അത് തെറ്റല്ലേ? സ്റ്റക്ക് ക്ലോസ്ഡ് ആണെങ്കിലല്ലേ അയാള് ഓവർ ഹീറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞേ. ഓക്കെ, അപ്പൊ എന്താണ്, എഞ്ചിൻ കൂളിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഫോൾസ് ആയ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നിങ്ങൾക്കത് അത്യാവശ്യം കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണേ. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ യാതൊരു ബേസും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. ക്ലാസ്സിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തലയും വാലൊക്കെ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പറഞ്ഞത് മുഴുവൻ ഇതിന്റെ ഇടയെന്ന, ശരിയല്ലേ? തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഇടയിലുള്ള കമ്പൗണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞേ, അതല്ല റേഡിയേറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞില്ല, പമ്പിനെ കുറിച്ച് പറഞ്ഞില്ല, ദെൻ ഇവിടെ ഒരു റേഡിയേറ്റർ ഫാൻ ഉണ്ട്, ഇതിനെ പറ്റി ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. തൽക്കാലം ക്വസ്റ്റ്യന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിച്ചാണ്. ഓക്കെ, ദെൻ അടുത്തതാണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഓയിൽ പമ്പ് ഡസ് നോട്ട് യൂസ് എക്സെൻട്രിക് ഷാഫ്റ്റ് ഓർ ക്യാം? അതായത് പല ടൈപ്പ് ഓയിൽ പമ്പുകളുണ്ട്, ഗിയർ പമ്പുകളുണ്ട്, റോട്ടർ പമ്പുകളുണ്ട്, പ്ലഞ്ചർ ടൈപ്പ് ഉണ്ട്, വെയിൻ ടൈപ്പ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓയിൽ പമ്പുകളുണ്ട്. അപ്പൊ ഈ ഓയിൽ പമ്പിനൊക്കെ നമ്മൾ ഡ്രൈവ് കൊടുക്കും അല്ലെ? സാധാരണ എഞ്ചിന്റെ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഡ്രൈവ് കൊടുക്കുന്നത്. അപ്പൊ ആ ഡ്രൈവ് കൊടുക്കുമ്പോൾ ആ ഒരു ഓയിൽ പമ്പില് ചില ഓയിൽ പമ്പുകളിലൊക്കെ നമ്മൾ എക്സെൻട്രിക് ഷാഫ്റ്റുകളോ ക്യാമുകളോ ഒക്കെ കാണും. എക്സെൻട്രിക് ഷാഫ്റ്റുകളോ ക്യാമുകളോ ഒക്കെ കാണും. എന്താണെന്ന് പേര് ഉൾപ്പെടെ കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് പമ്പിലാണ്, താഴെ പറയുന്നതിൽ ഏത് ടൈപ്പ് ഓയിൽ പമ്പിലാണ് എക്സെൻട്രിക് ഷാഫ്റ്റുകളോ ക്യാമുകളോ കാണപ്പെടാത്തത്? ഇതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ഇതാണ്, എക്സ്റ്റേണൽ ഗിയർ ടൈപ്പ് പമ്പ്, റോട്ടർ ടൈപ്പ് പമ്പ്, വെയിൻ ടൈപ്പ് പമ്പ്, പ്ലഞ്ചർ ടൈപ്പ് പമ്പ്. അപ്പൊ നമ്മൾ ഇവരുടെയൊക്കെ കൺസ്ട്രക്ഷൻ പഠിക്കുന്ന സമയത്താണ് അതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ എക്സ്റ്റേണൽ ഗിയർ ടൈപ്പ് പമ്പാണ് ഇവിടെ ഉത്തരം. അതായത് റോട്ടർ ടൈപ്പ് ആവട്ടെ, വെയിൻ ടൈപ്പ് ആവട്ടെ, പ്ലഞ്ചർ ടൈപ്പ് ആവട്ടെ, ഇത് മൂന്നിലും ഒന്നുകിൽ എക്സെൻട്രിക് ഷാഫ്റ്റ് ഉണ്ടാവും, എക്സെൻട്രിക് ഷാഫ്റ്റിന്റെ പ്രസൻസ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ക്യാമിന്റെ പ്രസൻസ് ഉണ്ടാവും. എക്സെൻട്രിക് ഷാഫ്റ്റിന്റെയോ ക്യാമിന്റെയോ പ്രസൻസ് ഉണ്ടാവും. ഇതിങ്ങനെ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഓയിലിനെ പമ്പ് ചെയ്യുന്ന ഒരാളാണ് എക്സ്റ്റേണൽ ഗിയർ ടൈപ്പ് പമ്പ് എന്ന് പറയുന്നത്. അത് തന്നെ ഇന്റേണൽ ഗിയർ ടൈപ്പ് ആണെങ്കിൽ കഥ മാറും, ഇന്റേണൽ ഗിയർ ടൈപ്പ് ആണെങ്കിൽ കഥ മാറും. തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ 4 ആൾക്കാരെ നമുക്കൊരു ഫിഗർ വെച്ച് ജസ്റ്റ് ഒരു അനിമേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കിയേ, ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഫിഗർ ആണ് നമ്മള് എന്താ എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്ന് പറയുമ്പോൾ ഇതിലൊരു ഡ്രൈവ് കൊടുക്കുന്ന ഒരു ആളുണ്ടാവും, ഒരു ഗിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഷാഫ്റ്റ് ഉണ്ടാവും. ആ ഷാഫ്റ്റിന്റെ പുറത്താണ് ഒരു ഗിയർ, ഈ ബ്ലൂ കളറിലുള്ള ഗിയറെ കാണിച്ചിരിക്കുന്നത്. ദെൻ ആ ഗിയർ കറങ്ങും, ആ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ അതിന്റെ പുറമെയുള്ള ഗിയർ കറങ്ങുന്നു. ആ ഗിയർ വെച്ചിട്ട് നമ്മൾ മറ്റൊരു ഗിയറിലേക്ക് ഈ ഡ്രൈവിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഡ്രിവൺ ഗിയർ എന്നോ അല്ലെങ്കിൽ ഡ്രിവൺ ഗിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് നമ്മൾ ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയും. എന്താണ് എക്സെൻട്രിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കണം, ഒരു സർക്കിൾ, അതിനൊരു കറക്റ്റ് ഒരു സെന്റർ ഉണ്ട്, ശരിയല്ലേ? കറക്റ്റ് ഒരു സെന്റർ ഉണ്ട് അല്ലെ?
അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആ സർക്കിളിന്റെ സെന്ററിലാണ് ഞാൻ ഈ പോയിന്റ് കുത്തുന്നതെങ്കിൽ അതിനെന്തില്ല, അതിന് എക്സെൻട്രിസിറ്റി ഇല്ല എന്ന് ഞാൻ പറയും. അതിന് പകരം ആ സെന്ററിൽ നിന്ന് മാറിയാണ് ഞാനൊരു പോയിന്റ് പറയുന്നതെങ്കിൽ അതെന്താണ്, അത് എക്സെൻട്രിക് ആണെന്ന് പറയും. അതായത് ഒരു ഒരു റൊട്ടേറ്റിംഗ് എലമെന്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് സെന്ററിന് എബൌട്ട് ആയിട്ടല്ലാതെ മറ്റേതെങ്കിലും പോയിന്റിന് എബൌട്ട് ആയിട്ടാണ് അയാൾ കറങ്ങുന്നതെങ്കിൽ അത് എക്സെൻട്രിക് ആണെന്ന് ഞാനവിടെ പറയും. അപ്പൊ ഞാൻ ഈ എക്സ്റ്റേണൽ ഗിയർ പമ്പ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഷാഫ്റ്റ് ആണ്, ഇതൊരു ഷാഫ്റ്റ് ആണ്. ഈ ഷാഫ്റ്റിന്റെ കറക്റ്റ് സെന്ററിന് എബൌട്ട് ആയിട്ടാണ് ഗിയർ കറങ്ങുന്നത്, ഈ ഷാഫ്റ്റിന്റെ കറക്റ്റ് സെന്ററിന് എബൌട്ട് ആയിട്ടാണ് ഈ ഗിയർ കറങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഗിയർ പമ്പിൽ നമ്മൾ എന്ത് കാണുന്നില്ല, എക്സെൻട്രിസിറ്റി കാണുന്നില്ല. ബാക്കി എന്റെ പ്രിൻസിപ്പിളിലേക്കോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലേക്കോ ഞാൻ തൽക്കാലം പോകുന്നില്ല. ഇനി ഇതാണ് നമ്മൾ പറയുന്ന റോട്ടർ ടൈപ്പ് പമ്പ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമുക്കിപ്പോ നമ്മുടെ ഓട്ടോമൊബൈൽ അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഈ റോട്ടർ ടൈപ്പ് പമ്പ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ റോട്ടർ ടൈപ്പ് പമ്പിന്റെ ഒരു കാര്യം പറഞ്ഞാല് റോട്ടർ ടൈപ്പ് പമ്പിന്റെ ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നോക്കിയേ, ഇതൊരു എക്സെൻട്രിക് ആണ് അല്ലെ. ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഏതാണ്ട് ഇവിടെയാണെന്ന് എനിക്ക് പറയാം അല്ലെ. പക്ഷെ അതിൽ നിന്ന് മാറി ഒരു സെന്ററിലാണ് ഈ പറയുന്ന ഷാഫ്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു കേസിൽ ഒരു എക്സെൻട്രിക് ഷാഫ്റ്റിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏത് കേസില്, റോട്ടോർ ടൈപ്പ് ഓയിൽ പമ്പില് നിങ്ങൾക്ക് എക്സെൻട്രിക് ആയിട്ടൊരു റൊട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഷാഫ്റ്റിന്റെ കണക്ഷൻ ആണ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. അപ്പൊ ഇയാളില് എക്സെൻട്രിക് ഉണ്ട് അല്ലെ. നമ്മുടെ അടുത്ത ആളിലേക്ക് പോവാണ്, വെയിൻ ടൈപ്പ് പമ്പിലേക്ക് പോവാണ്. വെയിൻ ടൈപ്പ് ഓയിൽ പമ്പിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ ഫിഗർ, ആ അനിമേഷൻ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. ഇവിടെയാണ് ആ സെന്റർ വരിക. ആ സെന്റർ എന്ന് പറയുന്നത് കറക്റ്റ് ഇതിന്റെ സെന്റർ അല്ല, ഈ ഒരു പമ്പിന്റെ സെന്റർ അല്ല, എക്സെൻട്രിക് ആയിട്ടാണെന്നുള്ളത് ആ ഇരിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. ദെൻ ലാസ്റ്റ് വൺ ആണ് പ്ലഞ്ചർ ടൈപ്പ്. പ്ലഞ്ചർ ടൈപ്പ് അത്ര കോമൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല. പ്ലഞ്ചർ ടൈപ്പ് പമ്പ് എന്ന് പറയുന്ന ആള്, ആ പ്ലഞ്ചർ ടൈപ്പില് ഇവിടെ 3 സ്ഥലത്തും, സോറി ഇവിടെ 2 സ്ഥലത്തും നമ്മൾ എക്സെൻട്രിക് ഷാഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതായത് റോട്ടർ ടൈപ്പിൽ എക്സെൻട്രിക് ഷാഫ്റ്റ് ഉണ്ടോ, ഉണ്ട്. വെയിൻ ടൈപ്പിൽ എക്സെൻട്രിക് ഷാഫ്റ്റ് ഉണ്ടോ, ഉണ്ട്. എക്സെൻട്രിക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന് മാറിയിരിക്കുന്ന ഷാഫ്റ്റ്. പക്ഷെ ഇവിടെ എക്സെൻട്രിക് ഷാഫ്റ്റ് അല്ല, പകരം ക്യാം ആണ്. കാണാം. കാരണം ഏറ്റവും താഴെ ഒരു ഷാഫ്റ്റില് ഒരാളിങ്ങനെ ഇരുന്ന് കറങ്ങുന്നുണ്ടോ, അയാൾ കറങ്ങുന്നതിന് ഒപ്പിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് പ്ലഞ്ചർ മുകളിലേക്കും താഴേക്കൊക്കെ മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു ക്യാമിന്റെ പ്രസൻസ് എവിടെയുണ്ട്, പ്ലഞ്ചർ ടൈപ്പിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ക്യാമോ ഈ പറഞ്ഞ എക്സെൻട്രിക് ഷാഫ്റ്റോ എവിടെ നമ്മൾ കണ്ടില്ല, നമ്മൾ എക്സ്റ്റേണൽ ഗിയർ പമ്പിൽ കണ്ടില്ല. ഇതുപോലെ ഇന്റേണൽ ഗിയർ പമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചുപോയേ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഓയിൽ പമ്പ് ഡസ് നോട്ട് യൂസ് എക്സെൻട്രിക് ഷാഫ്റ്റ് ഓർ ക്യാം. എക്സെൻട്രിക് ഷാഫ്റ്റോ ക്യാമോ കാണപ്പെടാത്തത് എവിടെയാണ്, എക്സ്റ്റേണൽ ഗിയർ പമ്പിലാണ്. ബാക്കി റോട്ടർ ടൈപ്പിലും വെയിൻ ടൈപ്പിലും എക്സെൻട്രിക് ഷാഫ്റ്റ് ഉണ്ട്, പ്ലഞ്ചർ ടൈപ്പില് ക്യാമും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. Which of the following statement is false about a lubrication system? ലൂബ്രിക്കേഷൻ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 2 ചോദ്യമാണ് ലൂബ്രിക്കേഷൻ കഴിഞ്ഞ നമ്മൾ ചോദിച്ചത്. അപ്പൊ അതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഫോൾസ് ആണോ ട്രൂ ആണോ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നോക്കണം. ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ഓയിൽ കൂളർ ഹീറ്റ് ദ ഓയിൽ വെൻ കൂളന്റ് ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഓയിൽ ടെമ്പറേച്ചർ. ഓരോന്നായിട്ട് നമുക്ക് നോക്കി തന്നെ പോവാം. അതായത് നമ്മുടെ ഈ ഒരു വാഹനങ്ങൾ കുറെ കൂടെ ഒക്കെ ലോഡ് എടുക്കുന്ന വലിയ ഹെവി വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഓയിൽ കൂളർ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ കൊടുക്കാറുണ്ട്, സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. ഓയിൽ കൂളർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ അകത്തേക്ക് നമ്മുടെ കൂളന്റ്, നമ്മുടെ വെള്ളമുണ്ടല്ലോ, നമ്മുടെ എഞ്ചിൻ കൂളന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആള്, ആ കൂളന്റ് ഇതിന്റെ അകത്ത് കൂടി ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ടാവും, എഞ്ചിന്റെ കൂളന്റ്. അതുപോലെ തന്നെ നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എഞ്ചിന്റെ വളരെ ഹോട്ട് ആയിട്ടുള്ള പാർട്ടുകളിലൊക്കെ കോണ്ടാക്റ്റിൽ വന്ന് അവിടെ നിന്ന് കുറെ ലൂബ്രിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കുറെ ഹീറ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആള് വരുന്നത് അല്ലെ. അപ്പൊ ആ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ നമ്മൾ ഏതിൽ കൂടി കടത്തിവിടും, ഈ പറയുന്ന ഒരു പാർട്ടിയുടെ ഓയിൽ കൂളറായി കൂടെ നമ്മൾ കടത്തിവിടും, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കടത്തിവിടും. അപ്പൊ എന്ത് ചെയ്യും, ഈ ചൂടായിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൽ നിന്നും ഈ കൂളന്റ് എന്ത് ചെയ്യും, ഹീറ്റ് മേടിച്ച് ആ ഓയിലിനെ തണുപ്പിക്കും. വീണ്ടും അയാൾ എഞ്ചിനിൽ കൂടി കറങ്ങും, വീണ്ടും ചൂടാവും, വീണ്ടും അയാൾ ഈ ഒരു ഓയിൽ കൂളറിൽ വരും, കൂളന്റ് ഹീറ്റ് മേടിച്ചെടുക്കും, വീണ്ടും ഓയിലിനെ തണുപ്പിക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഓയിൽ കൂളറിന്റെ ഫംഗ്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ നോക്കിയേ. അപ്പൊ ഇവിടെ ഹീറ്റ്, സാധാരണ രീതിയിൽ ഹീറ്റ് മേടിക്കുന്ന ആരാണ്, കൂളന്റ് ഹീറ്റ് മേടിക്കും. ലൂബ് ഓയിലിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂളന്റ് ഹീറ്റ് മേടിക്കും. ഇനി തിരിച്ചാലോചിച്ച് നോക്കുക, കൂളന്റ് ചൂടായി വിചാരിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് കൂളന്റ് അങ്ങനെ ചൂടായി, കൂളന്റിന് ഹീറ്റ് നമുക്ക് റേഡിയേറ്റ് ചെയ്യാനൊന്നും പറ്റാതെ കൂളന്റ് ചൂടായാൽ എന്ത് സംഭവിക്കും, കൂളന്റ് ഓയിലിനേക്കാൾ ചൂടായാൽ തിരിച്ച് ഹീറ്റിന്റെ ഫ്ലോ നടക്കും അല്ലെ. കൂളന്റ് ഓയിലിനെ ചൂടാക്കും, ശരിയല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഓയിൽ കൂളർ ഹീറ്റ് ദ ഓയിൽ വെൻ കൂളന്റ് ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഓയിൽ ടെമ്പറേച്ചർ.
ശരിയല്ലേ? കൂളന്റിന്റെ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഓയിലിന്റെ ടെമ്പറേച്ചർ ആണെങ്കിൽ കൂളന്റിൽ നിന്നും ഓയിലിലേക്ക് ഹീറ്റ് കൊടുക്കപ്പെടും. ശരിയായില്ലേ? ഓയിൽ കൂളർ ഹീറ്റ് ദ ഓയിൽ വെൻ കൂളന്റ് ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഓയിൽ ടെമ്പറേച്ചർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ വെച്ച് ശരിയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓയിൽ കൂളറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓയിലിന്റെ ഹീറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്, കൂളന്റ് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്തൊരു പ്രശ്നം പറ്റി, ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം എന്താ പറയുന്നത്? കൂളന്റ് ചൂടായി പോയി. അതായത് വരുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനേക്കാൾ കൂടിയ ടെമ്പറേച്ചറിലാണ് കൂളന്റ് നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? കൂളന്റ് തിരിച്ച് ഓയിലിനെ ചൂടാക്കുന്ന അവസ്ഥ വരും. ഓക്കെ, അപ്പൊ കണ്ടീഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റൊന്നും കാണുന്നില്ല, ശരിയാണ്. All the oil reaching the main oil gallery is filtered in bypass oil filter system. അതായത് നമ്മള് രണ്ട് ടൈപ്പ് ഫിൽറ്റർ സിസ്റ്റം പഠിക്കും. ഒന്നാണ് ഫുൾ ഫ്ലോ, രണ്ടാമത്തെയാണ് ബൈപ്പാസ്. ഓക്കെ, ആ പേര് പോലെ തന്നെയുണ്ട്. അതായത് കംപ്ലീറ്റ് ഓയിൽ, അതായത് ഓയിൽ സമ്പ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത്, എഞ്ചിന്റെ താഴ്ഭാഗത്താണ് നമ്മൾ കെട്ടി നിർത്തിയിരിക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നും അയാൾ നമ്മൾ പമ്പ് ചെയ്ത് എഞ്ചിന്റെ പല ഭാഗത്തേക്ക് നമ്മൾ അയാളെ വിടും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫിഗർ കാണിച്ചാല്, ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിച്ചാല്, ഒരു സമ്പ്, അതായത് ഓയിൽ സൂക്ഷിച്ചു വെക്കുന്ന ക്രാങ്ക് കേസിന്റെ ഒക്കെ താഴ്ഭാഗത്തുള്ള ഒരാളാണ് സമ്പ് എന്ന് പറയുന്നത്. അതില് ഒരു പമ്പ് ഉണ്ട്, ഒരു ഓയിൽ പമ്പ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഓയിലിനെ നമ്മൾ പമ്പ് ചെയ്ത് നമ്മുടെ എഞ്ചിന്റെ ഒരു മെയിൻ ഓയിൽ ഗ്യാലറി എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്കാണ് നമ്മൾ വിടുക. ഓയിൽ ഗ്യാലറി എന്ന് പറയുന്ന പാർട്ടിലേക്കാണ് വിടുക. അപ്പൊ ഞാനൊരു ഫിൽറ്റർ ഇവിടെ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ ഉറപ്പാണ് ഈ വരുന്ന ഓയിലിനെ മുഴുവനും ഇയാൾ ഫിൽട്ടർ ചെയ്യും. ശരിയല്ലേ? ആ ഓയിലിനെ ഇയാൾ ഫിൽട്ടർ ചെയ്യും. അതിനാണ് നമ്മൾ ഫുൾ ഫ്ലോ ഓയിൽ ഫിൽറ്റർ സിസ്റ്റം എന്നൊക്കെയുള്ള പേരിൽ വിളിക്കാം. അതേസമയം ബൈപ്പാസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ഫിഗർ ഞാൻ വേറെ കാണിച്ചു തരാം. ബൈപ്പാസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പമ്പ് ചെയ്ത് വരുന്ന ആ ഒരു ഓയില് കുറെ എങ്ങോട്ട് പോയി? എഞ്ചിന്റെ ഗ്യാലറിയിലേക്ക് പോകും. അവിടെ നിന്നാണ് എഞ്ചിന്റെ ബാക്കി കമ്പോണൻസിലേക്കൊക്കെ അയാളുടെ ഫ്ലോ വരുന്നത്. ഓക്കെ, വേറെ കുറച്ച് ആൾക്കാർ കണ്ടോ ബൈപ്പാസ് ചെയ്തു. ഇത് ബൈപ്പാസ് ആണ്. ഇതാണ് നമ്മൾ പറയുന്ന ബൈപ്പാസ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വീണ്ടും അയാൾ ഓയിലിന്റെ സമ്പിലേക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ, ബൈപ്പാസ് സിസ്റ്റത്തിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നേ? പമ്പ് ചെയ്യുന്ന മുഴുവൻ ആൾക്കാരെയും ഫിൽറ്റർ ചെയ്യുന്നില്ല. എവിടെ? മെയിൻ ഓയിൽ ഗ്യാലറിയിലേക്ക് പോകുമ്പോ പകരം ബൈപ്പാസ് ചെയ്ത് പോകുന്ന ആളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിൽറ്റർ ചെയ്ത് വീണ്ടും നമ്മൾ അവിടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഗുണം എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം. തൽക്കാലം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണേ. നോക്കിയേ, ഓൾ ദ ഓയിൽ റീച്ചിങ് മെയിൻ ഓയിൽ ഗാലറി ഈസ് ഫിൽറ്റേർഡ്. അല്ലല്ലോ. ബൈപ്പാസ് ഫിൽറ്റർ സിസ്റ്റത്തില് ഓയിൽ ഗാലറിയിലേക്ക് എത്തുന്ന എല്ലാത്തിനെയും നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നുണ്ടോ? ഇല്ല. പമ്പിൽ നിന്ന് പുറപ്പെടുന്നതിൽ കുറച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്യും, ബാക്കി നമ്മൾ എന്താണ് ഡയറക്റ്റ് ഓയിൽ ഗാലറിയിലേക്ക് വിടുന്നതാണ് നമ്മൾ കാണുക. അപ്പോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Then dry sump lubrication system uses a separated tank to store oil. അത് ശരിയാണ്. അത് ഇതൊരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം പറയുമ്പോൾ രണ്ടുപേരും നമ്മളുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തില് ഒരു സെപ്പറേറ്റ് ഓയിൽ ടാങ്ക് ഉപയോഗിക്കും. ഓക്കെ, എന്താണെന്നുള്ളത് കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ ഓപ്ഷൻ ഡി നോക്കിയാൽ, അപ്പൊ ഇത് ശരിയാണ് കേട്ടോ. സി എന്ന് പറയുന്നത് ശരിയാണ്. ദെൻ ലാസ്റ്റ്, lubricant also helps in preventing blow by gases entering crankcase. ക്രാങ്കേസിലേക്ക് ബ്ലോ ബൈ ഗ്യാസസ് എൻ്റർ ചെയ്യുന്നത് ഒരു ലൂബ്രിക്കന്റ് തടയുമെന്ന്. എന്താണ് ഈ പറയുന്ന സാധനം? അതായത് നമ്മളൊരു എഞ്ചിന്റെ കൺസ്ട്രക്ഷൻ എടുക്കുമ്പോൾ അതില് സിലിണ്ടർ, പിസ്റ്റൺ നമ്മൾ കാണിക്കും അല്ലെ? ആ പിസ്റ്റന്റെ മുകളിലാണ് നമ്മളുടെ കമ്പസ്റ്റൻ ഒക്കെ നടക്കുക, കത്തുക എന്ന് പറയുന്ന പരിപാടി നടക്കുക അല്ലെ? ഹൈ പ്രഷർ ഈ പിസ്റ്റന്റെ തലക്ക് മുകളിൽ ഉണ്ടാവും. ഈ പിസ്റ്റന്റെയും സിലിണ്ടറിന്റെയും ഇടയിൽ വളരെ ചെറിയ ഒരു ക്ലിയറൻസ് ഉണ്ടാവും. ആ ക്ലിയറൻസിൽ കൂടി വേണമെങ്കിൽ ഈ കമ്പസ്റ്റൻ, ഹൈ പ്രഷറിൽ നിൽക്കുന്ന ഗ്യാസസിനെ ഈ പിസ്റ്റന്റെ ഒക്കെ ഇടയിൽ കൂടി ഇറങ്ങി വന്ന് നമ്മുടെ ക്രാങ്ക് കേസിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഈ പിസ്റ്റന്റെ ഇടയിൽ കൂടി ആ കമ്പസ്റ്റൻ പ്രൊഡക്ട്സ് വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലോ ബൈ. കത്തിയ കമ്പസ്റ്റൻ പ്രൊഡക്ട്സ് പിസ്റ്റന്റെയും സിലിണ്ടറിന്റെയും ക്ലിയറൻസിന്റെ ഇടയിൽ കൂടി ക്രാങ്ക് കേസിലേക്ക് വരുന്നതിനെ വിളിക്കുന്ന പേരാണിത് ബ്ലോ ബൈ, അല്ലെങ്കിൽ ബ്ലോ ബൈ ഗ്യാസസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോ ഇതിന്റെ ഇടയിൽ നമുക്കറിയാം, രണ്ട് മെക്കാനിക്കൽ കമ്പോണന്റിന്റെ ഇടയിൽ, അതായത് ഈ സിലിണ്ടറിന്റെയും പിസ്റ്റന്റെയും ഇടയിൽ ആര് വരണം? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വരണം. കാരണം ഹൈ ഫ്രിക്ഷൻ ആയിരിക്കും ഇതിന്റെ ഇടയിൽ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓയിൽ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ക്ലിയറൻസിൽ ഉണ്ടാവും. ഒരു ഓയിൽ ഫിലിം പോലെ, ഒരു പാട പോലെ ഇതിന്റെ ഇടയിൽ ഉണ്ടാവും. ഈ ഓയിൽ ഫിലിം എന്ത് തടയും? ഇതുപോലെ ബ്ലോ ബൈ ഗ്യാസസ് ക്രാങ്ക് കേസിലേക്ക് വരുന്നത് തടയും. ഒരു സീലായിട്ട് ഈ പറയുന്നതാണ് ആക്ട് ചെയ്യും. ആര്? ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. അപ്പൊ ഡി എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലൂബ്രിക്കന്റ് ഓൾസോ ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് ബ്ലോ ബൈ ഗ്യാസസ് എന്ററിംഗ് ദ ക്രാങ്ക് കേസ്. അപ്പൊ അതും ശരിയാണ്. തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള ഒരേ ഒരാളെ നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റുള്ളൂ. അതാരാണ്? അത് ഓപ്ഷൻ ബി ആണ്.
Then which of the following is false about fuel system? ഫ്യൂവൽ സിസ്റ്റം. അപ്പൊ നമ്മള് കൂളിംഗ് സിസ്റ്റം കണ്ട്, ലൂബ്രിക്കേഷൻ സിസ്റ്റം കണ്ട്, അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഫ്യൂവൽ സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നാണ്. നോക്കാം. എയർ ലോക്കിംഗ് ഇൻ ദ ഡീസൽ ഫ്യൂൽ സിസ്റ്റം വിൽ കോസ് ഇറാറ്റിക് റണ്ണിംഗ് ഓഫ് ദി എഞ്ചിൻ. ഇറാറ്റിക് എന്ന് വെച്ചാൽ ഒരു മോശമായിട്ടുള്ള, അൺകൺട്രോളബിൾ ആയിട്ടുള്ള, ഒരു മോശമായിട്ടുള്ള, നോർമലി സംഭവിക്കാത്ത എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ, എയർ ലോക്കിംഗ് ഇൻ ദ ഡീസൽ ഫ്യൂൽ സിസ്റ്റം. ഡീസൽ ഫ്യൂൽ സിസ്റ്റത്തിൽ എയർ കയറി കഴിഞ്ഞാൽ എഞ്ചിന്റെ റണ്ണിങ് പിന്നെ അത്ര സ്മൂത്ത് ആവില്ല. അതാണ് ഇറാറ്റിക്, സ്മൂത്ത് അല്ല എന്നുള്ളൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ശരിയാണല്ലോ? ഒരു ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണല്ലോ അല്ലെ? ഈ ലിക്വിഡിനകത്തേക്ക് എയർ കയറി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പമ്പില്ലേ, പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, വെള്ളം ടാങ്കിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്, അതിൽ എയർ കയറിയുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ ഒരു ലിക്വിഡ് സിസ്റ്റത്തിനകത്ത്, ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്തൊക്കെ എയർ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാളുടെ റണ്ണിംഗ് എന്ന് പറയുന്നത് എന്താവില്ല, ഒരിക്കലും സ്മൂത്ത് ആവില്ല. അപ്പൊ ഫോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് ശരിയാണ്, ഫോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇത് ശരിയായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് ഉത്തരമായിട്ട് പറയാൻ പറ്റില്ല. വാട്ടർ ഇൻ ഫ്യൂൽ സിസ്റ്റം മൈറ്റ് ഡാമേജ് ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ്. അതും ശരിയാണ്. വെള്ളം എന്ന് പറയുന്ന ആള് ആ ഫ്യൂൽ സിസ്റ്റത്തിനകത്ത് കയറി കഴിഞ്ഞാൽ എഞ്ചിനകത്തേക്ക് ഫ്യൂവലിനെ സ്പ്രേ ചെയ്യുന്ന ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിനെ അയാൾ ഡാമേജ് ആക്കും, അല്ല ലൂബ്രിക്കേഷൻ ഒക്കെ കുറയും, പ്രശ്നമാണ്, ആൾ വേഗം ചെയ്തേ പോകും. Then an engine can be started without the signal from crank position sensor. ഇതാണ് CKP, crank, CK എന്ന് വെച്ചാൽ crank position sensor. ഓക്കെ, ഇൻപുട്ട്. An engine can be started, അതായത് ഒരു ക്രാങ്ക് പൊസിഷൻ സെൻസറിൽ നിന്നും ഇൻപുട്ട് കിട്ടാതെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെ സ്റ്റാർട്ട് ആവൂല. നിലവിലുള്ള നമ്മുടെ ഇലക്ട്രോണിക് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ആണ്, കംപ്ലീറ്റ് സെൻസറുകൾ വെച്ചാണ് നമ്മുടെ ഡീസൽ എഞ്ചിനൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രാങ്ക് പൊസിഷൻ സെൻസറിൽ നിന്നും ഒരു സിഗ്നൽ, ഒരു ഓക്കെ എന്ന് പറയുന്ന ഒരു സിഗ്നൽ കിട്ടിയാൽ മാത്രമാണ് ആര് സ്റ്റാർട്ട് ആവുള്ളൂ, എഞ്ചിൻ സ്റ്റാർട്ട് ആവുള്ളൂ. ക്രാങ്ക് പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞാല് നമ്മുടെ ക്രാങ്ക് എന്ന് പറയുന്ന ആൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ വേഗത മെഷർ ചെയ്യുക. ആ വേഗതയെ മെഷർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഫ്യൂവൽ എപ്പോ ബേൺ ചെയ്യണം, അഥവാ ഇഗ്നീഷൻ എപ്പോ നടക്കണം, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ എപ്പോ ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്രാങ്ക് പൊസിഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ എഞ്ചിൻ സ്റ്റാർട്ട് ആവണമെങ്കിൽ ഇഗ്നീഷനോ അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷനോ പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രാങ്ക് പൊസിഷൻ സെൻസറിൽ നിന്നുള്ള സിഗ്നൽ കിട്ടണം. അത് കിട്ടാതെ എഞ്ചിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ സി ഓക്കെ ആണ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സി എന്ന് പറയുന്ന ആൾ എനിക്ക് എന്ത് പറയാം, എനിക്ക് ഉത്തരമായിട്ട് പറയാം. ഡി നോക്കി, ഓപ്ഷൻ ഡി. ഇഞ്ചക്ഷൻ പ്രഷർ ഇൻ CRD എഞ്ചിൻ വേരി ഫ്രം 200 to 2000 ബാർ. 200 ബാറിന്റെയും 2000 ബാറിന്റെയും ഇടയിലാണ് ഈ ഒരു CRDA എഞ്ചിന്റെ ഇഞ്ചക്ഷൻ പ്രഷർ. CRDA എന്ന് വെച്ചാൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നൊക്കെ നമ്മൾ പറയാം. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ലാസ്റ്റ് ടൈമിൽ ചോദിച്ചത്. ഇനിയിപ്പോ എക്സാം വരുമ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻസ് വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ ആദ്യം കണ്ട ഒരു സിലബസ്, ആ സിലബസിനെ അടിസ്ഥാനമാക്കി നമ്മൾ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ നിന്നും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞ ഒരു സൈക്കിൾസ്, അല്ലെങ്കിൽ ഒരു പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും ബേസിക്സ്, കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഫ്യൂൽ സിസ്റ്റം, ഇത്രയും മേഖലയിൽ നിന്നും എങ്ങനെ ചോദ്യം ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ബാക്കിയുള്ള ഭാഗത്തുനിന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്ത സമയത്തും അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ക്വസ്റ്റ്യൻസ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോ കവർ ചെയ്ത് പോയത്. ഓക്കെ, അപ്പോ മുന്നോട്ടുള്ള ദിവസങ്ങളിലും കൂടുതലായിട്ട് നമുക്ക് ഇതുപോലത്തുള്ള വീഡിയോസ്, കാരണം നമ്മുടെ എക്സാമിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വഴി വരുന്നതാണ്. അപ്പോൾ അത് കിട്ടുന്നതിനായി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.